ഹലോ, ഞാനിവിടെ ഇന്ന് പറയേണ്ട നമ്മുടെ ടോപ്പിക് ജസ്ന സലീമിനെ കുറിച്ചാണ്. ജസ്ന സലീമിനെ പറ്റി ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പല നടയിൽ കണ്ണന്റെ പടങ്ങളെല്ലാം വെച്ച് കണ്ണന്റെ പടം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ. അതിലുപരി നല്ല അവർക്ക് നല്ല കഴിവുണ്ട്. അവര് നന്നായിട്ട് കണ്ണന്റെ പടം വരയ്ക്കുന്നുണ്ട്. അവര് കണ്ണന്റെ പടത്തിന് പോലെ വേറെ എന്ത് പടം വരച്ചാലും അവര് രക്ഷപ്പെടും. കണ്ണൻ രക്ഷപ്പെടുത്തി കണ്ണന്റെ പടം വരച്ചിട്ടെന്ന് പറയണതിൽ അർത്ഥമില്ല. അവര് ഏത് നല്ല പടം വരച്ചാലും അവര് രക്ഷപ്പെടും. കാരണം അവർക്ക് നല്ല കഴിവുണ്ട്. അവര് കുറച്ചു നാളുകളായിട്ട് അവരെ തന്നെ കൂടുതൽ മാർക്കറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് മാർക്കറ്റിംഗ് അവർക്ക് തന്നെ കൊടുത്തിട്ട് അവരുടെ മതസ്ഥര് അവരെ പറ്റി കൂടുതൽ അങ്ങനെ പറഞ്ഞു, സംഘികൾ അങ്ങനെ പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊന്നും കാണാൻ പോലും പറ്റൂല. ദൂരേന്നൊന്ന് കണ്ടാ കണ്ടെന്ന് പറയാം. ആ ഒരു മനുഷ്യന് സ്വന്തം കയ്യാലെ വരച്ചൊരു ഫോട്ടോ കൊടുക്കാന്ന് വെച്ചാൽ അതൊക്കെ വലിയ കാര്യമാണ്. ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കഴിവുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചത്. നരേന്ദ്രമോദിജിക്ക് ഒരു കണ്ണനെ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞുള്ള കഷ്ടകാലമാണ്. സംഘികൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നു, BJP-ക്കാരവരെ. ഇവരൊക്കെ എന്ത് ചെയ്ത്? നമ്മൾ ജനിച്ചു വളർന്നൊരു മതം, അതായത് ഒരു മുസ്ലിം മതം. ആ മുസ്ലിം മതത്തിലെ ആൾക്കാരെ തള്ളി പറയുന്നതിന് തുല്യമാണ് ഈ ജസ്ന കാണിക്കുന്നത്. കാരണം ആ മതത്തിലെ ആൾക്കാര് അവരെ കുറ്റം പറയുന്നില്ല, ഹിന്ദു മതത്തിലെ ആൾക്കാര് കുറ്റം പറയുന്നില്ല. അവര് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെങ്കിലേ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മതക്കാരെ തമ്മിൽ അടുപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവര് കൂടുതലായിട്ട് നോക്കുന്നത്. പിക്കാസോ പടം വരച്ചത് കണ്ണന്റെ പടം വരച്ചുകൊണ്ടല്ലല്ലോ ഫേമസ് ആയത്. ഇവർക്ക് കഴിവുണ്ടെങ്കിൽ കണ്ണനെ അല്ല ഏത് പടം വരച്ചാലും അവർ ഫേമസ്. അവർക്ക് നല്ല കഴിവുണ്ട്. പക്ഷെ അവര് കണ്ണന്റെ പടം വിൽക്കാനും വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവരെ അങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും നല്ല സപ്പോർട്ട് കൊടുക്കുന്നില്ലേ? പിന്നെ കണ്ണനെ സ്നേഹിക്കണം, കണ്ണനെ സ്നേഹിക്കണേ കണ്ണനെ സ്നേഹിച്ചോ. അതിന് ഞാൻ കണ്ണനെ സ്നേഹിക്കുള്ളൂ എന്ന് ഇവരുടെ മതത്തിനെ വിളിച്ചു പറഞ്ഞ് വെറുതെ എന്തിനാ? ഇവരുടെ മതം ആ ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ജീവിക്കുമ്പോൾ അതിന്റേതായ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഹിന്ദു മതത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ അതിന്റേതായ ഒരു ചട്ടക്കൂടുണ്ട്. മുസ്ലിം മതത്തിലാവുമ്പോൾ അതിന്റേതായ കാര്യങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ അവർ ഹിന്ദുവായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കുക. ഇത് ഏതിൽ തന്നെ ജീവിച്ചാലും അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവരെ ഈ സംഘികളെ കുറ്റം പറയാനും മുസ്ലിംസിനെ സ്വന്തം മതത്തിനെ താഴ്ത്തി പറയാനും കണ്ണനാണ് ഇതെല്ലാം കൊടുത്തത്. ശരിയായിരിക്കും, കണ്ണന്റെ പടം വരച്ചിട്ട് കണ്ണനെ അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. എന്നും വച്ച് ഇതൊരു വർഗീയതയാക്കേണ്ട കാര്യം ഈ ജസ്ന സലീമിനില്ല. ഇത് ഞാനല്ല, എല്ലാ മലയാളികളും അവരോട് ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. എന്തിനായി ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണത്? ഇവരുടെ കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ ഈ എന്താ പറയാ, അവരിങ്ങനെ പറയുന്നുണ്ട് അവരെ ജീവിക്കാൻ ആരും അനുവദിക്കുന്നില്ല. അവരെ പറ്റി ശശികല ടീച്ചർ കുറ്റം പറഞ്ഞ് പോസ്റ്റ് ചെയ്തു. റോട്ടിൽ ആരോ വെച്ച കൃഷ്ണ വിഗ്രഹത്തിന്റെ ചോട്ടിൽ പോയി നിന്നു. അവര് ഫോട്ടോ എടുത്ത് ഇട്ടതും വീഡിയോ പിടിച്ചതും ഒക്കെ അവരെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ പബ്ലിസിറ്റി കിട്ടുന്നതനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കല്ലെറിയും. അപ്പൊ ആ കല്ലെറി പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പണിക്ക് പോകരുത് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറ. നമ്മളൊരു മതത്തിനെ നിന്ദിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് എല്ലാവരും വേണം. ഇതൊരു മതേതരത്വ രാഷ്ട്രവും ആ ഒരു രാഷ്ട്രത്തില് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അവര് പറയുന്ന രീതിയിലും കൂടി മുമ്പോട്ട് പോകണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ ജസ്ന സലീം അതൊന്നും ആലോചിച്ചാൽ നല്ലതാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി കൂട്ടിയിട്ട് അത് വെച്ച് കൃഷ്ണന്റെ പടം മാർക്കറ്റ് ചെയ്ത് കാശുണ്ടാക്കുക. ഈ ജസ്നയുടെ ലക്ഷ്യം പണം തന്നെയാണ്. മെയിനായിട്ട് നമുക്ക് തോന്നണതും ഇത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു.